നമസ്കാരം. മലയാളത്തിൻ്റെ അഭിമാന താരം മോഹൻലാൽ BJPയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കുമോ? കഴിഞ്ഞ ഏറെ മാസങ്ങളായി കേരളീയ സമൂഹം വിടാതെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരമവിഡ്ഢിത്തം ഇങ്ങനെ ചർച്ചയാകുന്നത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം തീർച്ചയാണ്, മോഹൻലാൽ മത്സരിക്കുകയില്ല. മത്സരിക്കുന്ന കാര്യം മോഹൻലാൽ ആലോചിച്ചിട്ട് പോലുമില്ല. മോഹൻലാലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ, വളരെ അടുപ്പമുള്ള വൃത്തങ്ങൾ അത്ഭുതത്തോടു കൂടിയാണ് ഓരോ വാർത്തകളും വായിക്കുന്നത്. എന്നിട്ടും നിരന്തരമായി മാധ്യമങ്ങൾ തുടർച്ചയായി മോഹൻലാൽ മത്സരിക്കും എന്ന് വാർത്ത എഴുതുന്നത് എന്തുകൊണ്ട്? അത്തരത്തിലുള്ള സൂചനകളോടുകൂടി BJPയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കന്മാർ അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ട്? ഏറ്റവും ഒടുവിൽ മോഹൻലാൽ മത്സരിച്ചേക്കും എന്ന സൂചന നൽകിയത് BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ് O രാജഗോപാലാണ്. ആ ചർച്ച തീരുന്നതിന് മുൻപ് മറ്റു മാധ്യമങ്ങളും അതേക്കുറിച്ച് എഴുതുന്നു. മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് മോഹൻലാലിനെ മത്സരിപ്പിക്കണമോ, കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കണമോ, അതോ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമോ എന്ന സംഘപരിവാർ അണികളുടെ അഭിപ്രായം തേടുന്ന സർവേ RSS നടത്തുന്നു എന്നാണ്. എന്നാൽ മോഹൻലാൽ ഒരിക്കലും ഇക്കാര്യം ആലോചിച്ചിട്ടില്ല. മോഹൻലാൽ ഒരു കാരണവശാലും മത്സരിക്കുകയുമില്ല. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും അധികം മാർക്കറ്റുള്ള താരം മോഹൻലാലാണ്. മലയാള സിനിമയിലെ മറ്റേത് നടന്മാരെക്കാളും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്നത് മോഹൻലാലാണ്. ഏത് സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചാലും അതിന് വലിയ തോതിലുള്ള പ്രതിഫലമുണ്ട്, അതിന് മിനിമം ഗ്യാരണ്ടി വിജയമുണ്ട്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള നടനാണ്. മോഹൻലാലിൻ്റെ മുൻപിൽ ഇനിയും 10-20 വർഷം കൂടി നായക സ്ഥാനത്ത് തുടരാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. ഏത് സിനിമയിൽ അഭിനയിച്ചാലും അത് ഹിറ്റാവുന്നു. അത്യാവശ്യം കൊള്ളാവുന്ന തിരക്കഥയാണെങ്കിൽ മോഹൻലാൽ വിജയിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ, അതായത് സ്വന്തം കുടുംബത്തിലെ കാര്യം പോലും നോക്കാൻ കഴിയാത്ത, വ്യക്തിപരമായ കാര്യങ്ങൾ പോലും നോക്കാനുള്ള സമയമില്ലാത്ത തിരക്കേറിയ ഒരു നടനായ മോഹൻലാൽ അതൊക്കെ ഉപേക്ഷിച്ച് ഏറെ സമയം വേണ്ടി വരുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ വേഷം കെട്ടും എന്ന് പറയുന്നത് തന്നെ വിഡ്ഢിത്തം. പലരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് രണ്ട് സാഹചര്യങ്ങളിലാണ്. ഒന്ന്, അവർക്ക് സിനിമയിലെ അവസരങ്ങൾ കുറയുമ്പോഴാണ്. രണ്ട്, അവർക്ക് സിനിമയേക്കാൾ കൂടുതൽ പ്രാധാന്യം രാഷ്ട്രീയത്തോട് വരുമ്പോഴാണ്. മോഹൻലാലിൻ്റെ കാലത്ത് മോഹൻലാലിന് ഫാൻസുകാരോട് പോലും വർത്തമാനം പറയാൻ കഴിയുകയില്ല, കുടുംബത്തോട് പോലും സമയം ചെലവഴിക്കാൻ സമയമില്ല. അങ്ങനെ ഒരു മോഹൻലാലിന് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ആ ഒരു മാസം മാറ്റിവെക്കാൻ പോലും കഴിയുകയില്ല. ഇന്നസെന്റിനെ പോലുള്ള നടന്മാർ, അവർക്ക് സിനിമയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ഉണ്ടായിരുന്നില്ല. സിനിമയിൽ നിന്നും വല്ലപ്പോഴും സിനിമയിൽ വന്നുകൊണ്ടിരുന്ന സാഹചര്യമാണുള്ളത്. മുകേഷിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. എന്നാൽ മോഹൻലാൽ അങ്ങനെയല്ല. ഓരോ മിനിറ്റിനും വിലയുള്ള ആളാണ്, ഓരോ സെക്കൻഡിനും വിലയുള്ള ആളാണ്. ഒരിക്കലും ഒരു മാസം മുഴുവനായി തെരഞ്ഞെടുപ്പിന് വേണ്ടി മാറ്റിവെക്കാൻ മോഹൻലാലിന് കഴിയുകയില്ല. മാത്രമല്ല, മോഹൻലാൽ ഒരു MP ആയി കഴിഞ്ഞാൽ ജനങ്ങളുമായി സംവദിക്കാനോ സഹകരിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ പരിഹരിക്കാനോ മോഹൻലാലിന് കഴിയുകയില്ല. കരിയർ സജീവമായി നിൽക്കുന്നു, പൊതുപ്രവർത്തകനായി നിൽക്കാനുള്ള ഒരു സാഹചര്യം മോഹൻലാലില്ല. അതുകൊണ്ട് തന്നെ മോഹൻലാൽ മത്സരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മോഹൻലാലിൻ്റെ സംഘപരിവാറുമായിട്ടുള്ള ബന്ധം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. മോഹൻലാൽ സ്വന്തം അച്ഛൻ്റെ പേരിലുണ്ടായിരിക്കുന്ന ട്രസ്റ്റിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സംഘപരിവാർ നേതാക്കന്മാരും അതുമായി ബന്ധപ്പെട്ടവരുമാണ്. സംഘപരിവാർ ബൗദ്ധിക കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരാണ്. മാത്രമല്ല, മോഹൻലാൽ ആശയപരമായി സംഘപരിവാറിനോട് യോജിപ്പുള്ള ആളാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് RSSനെയോ സംഘപരിവാറിനോ തള്ളിപ്പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ മോഹൻലാൽ തിരസ്കരിക്കുന്നില്ല, തള്ളിക്കളയുന്നില്ല. മോഹൻലാലിനെ പോലുള്ള ഒരു താരം മത്സരിക്കാൻ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് BJP എന്ന് വരുത്തി തീർക്കുന്നത് വഴി BJPക്ക് ഉണ്ടാവുന്ന രാഷ്ട്രീയ നേട്ടം മാത്രമാണ് ഇതിൻ്റെ മുതലെടുപ്പ്. അത് BJP ഭംഗിയായി ചെയ്യുകയാണ്, നേതാക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, മാധ്യമങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അല്ലാതെ മോഹൻലാൽ മത്സര രംഗത്തില്ല, മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, മത്സരിക്കത്തുമില്ല. ഇതാണ് സത്യം.